ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിന് നമുക്ക് നൽകുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 57 മുതലുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അനുതാപമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു മനുഷ്യനെ ഓർത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അത് പാപബോധം അവനിൽ ജനിക്കുമ്പോഴാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ മനുഷ്യരാരും പെർഫെക്റ്റ് ആയിട്ടില്ല, ആരും പൂർണ്ണരല്ല. കാരണം നമ്മളൊക്കെ സൃഷ്ടികളാണ്. സൃഷ്ടികൾക്ക് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്താൻ പറ്റില്ല. സൃഷ്ടാവിൻ്റെ ഒപ്പമെത്താൻ കഴിയുന്ന ഒരു സൃഷ്ടിയുമില്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമാതാപിതാക്കളുടെ പാപത്തിലൂടെ മനുഷ്യകുലം പാപത്തിന് അടിമയായി മാറുകയാണ്. ദൈവതമ്പുരാൻ പറഞ്ഞു, ഇനി മുതൽ നീ അധ്വാനിച്ച് നേടിയെടുക്കുന്നതാണ് കൃപ എന്ന് പറയാം. അതെല്ലാം അങ്ങനെയാണ്. മനുഷ്യൻ്റെ സമ്പത്തും ആരോഗ്യവും ആയുസ്സും മനസ്സും ശക്തിയും കൃപയും കഴിവും അറിവും എല്ലാം അവൻ അധ്വാനിച്ച് നേടിയെടുക്കുന്നു. ആർക്കും ജന്മന സിദ്ധികളുണ്ടെങ്കിലും അത് വളരണമെങ്കിൽ അത് അധ്വാനിച്ച് നേടിയെടുക്കുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യന് പാപത്തിലേക്കുള്ള ചായ്വ് എപ്പോഴും ഉണ്ട്. നന്മ തിന്മകളിലെ ഒരു എപ്പോഴും തിന്മയിലേക്കൊരു ചായ്വ് മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, അനുതാപമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ. എന്ന് പറഞ്ഞാൽ നീതിമാന്മാർ എന്ന് പറഞ്ഞ് നടിച്ച് അനുതപിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചും ഈശോയ്ക്ക് യാതൊരു ചിന്തയുമില്ലത്രേ. ഈശോ ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ, ഒരു മനുഷ്യന് ദൈവിക സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ അനുതാപമെന്ന പുണ്യമുണ്ടാകണം. അതുകൊണ്ടാണ് ഇന്ന് വചനം പറഞ്ഞത്, നിങ്ങൾ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ലായിരുന്നു. ശരിയായി വിധിക്കാനായിട്ടുള്ള ഒരു കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. അത് നമ്മളെ തന്നെ വിധിച്ച് നമ്മൾ മുമ്പോട്ട് പോകേണ്ട ആവശ്യകതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് എളുപ്പമാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളെ നോക്കി നമുക്കൊന്ന് നമ്മുടെ പാപത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ചൊന്ന് വിധി എഴുതാനായിട്ട് പറ്റുമോ? ദൈവമേ, ഞാൻ എവിടെ എത്തി നിൽക്കുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ നിലപാടുകൾ എന്തൊക്കെയാണ്? ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള അകലം എത്രമാത്രമാണ്? എനിക്ക് ആഴമായിട്ടുള്ള ആത്മീയ ബോധ്യങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ടോ? എനിക്ക് ആത്മാവിൽ വളരാനായിട്ട് സാധിക്കുന്നുണ്ടോ? പാപ സാഹചര്യങ്ങളിൽ വീഴുന്നുണ്ടെങ്കിലും അതിനൊന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നുണ്ടോ? യേശു തമ്പുരാൻ്റെ കുമ്പസാരക്കൂട്ടിൽ പോയിരുന്ന് ഒന്ന് അനുദപിച്ച് കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ് ഒരു പൂർണ്ണ കുമ്പസാരത്തോടെ എനിക്ക് തിരിച്ച് യേശുവിൻ്റെ അരികിലേക്ക് ബന്ധത്തിലേക്ക് അടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇതൊന്നും പറ്റാതെ നമ്മൾ അവരെ വിധിച്ചോണ്ട് നടന്നിട്ട് കാര്യമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. യേശു പറയാണ്, അങ്ങനെയെങ്കിൽ നിൻ്റെ അധപതനം വലുതായിരിക്കും. അനുതാപമില്ലാത്തവൻ്റെ അധപതനം വലുതായിരിക്കും. ധനവാന്റെ ലാസറിൻ്റെ ഉപമ നമുക്കറിയാം. ധനവാൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു, സൗന്ദര്യമുള്ളവനായിരുന്നു, ആരോഗ്യമുള്ളവനായിരുന്നു, ആൾബലമുള്ളവനായിരുന്നു, കഴിവുള്ളവനായിരുന്നു, സ്ഥാനമാനങ്ങളുള്ളവരായിരുന്നു. പക്ഷേ അവനെ തന്നെ ശരിയായി വിധിക്കാതെ പോയതുകൊണ്ട്, അവൻ്റെ മുമ്പിൽ കിടന്നിരുന്ന ആ പ്രിയപ്പെട്ട പാവപ്പെട്ടവൻ്റെ ഹൃദയത്തെ അവൻ യഥാർത്ഥത്തിൽ തിരിച്ചറിയാതെ പോയതുകൊണ്ട് അവൻ്റെ വിധി വലുതായിരുന്നു, അവൻ്റെ വീഴ്ച വലുതായിരുന്നു, അവൻ്റെ പതനം വലുതായിരുന്നു. ലാസർ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ചങ്കുപൊട്ടുമാറ് കരയുന്ന ധനവാനെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുറേ കൂടി ഒന്ന് ആഴത്തിൽ നമ്മളെ ഒന്ന് പരിശോധിക്കാം. ഈശോ തമ്പുരാൻ്റെ മുമ്പിൽ പോയിരുന്ന, ദൈവമേ, ഞാൻ ഇത്രയേ ഉള്ളൂ എന്നൊന്ന് പറയാം. നാളെ അടുത്ത നിമിഷം എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പാപം ചെയ്യാം, പക്ഷേ മനുഷ്യൻ്റെ അന്ത്യം അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പാപത്തെ എപ്പോഴും ബോധ്യം ഉണ്ടാകണമെന്ന് ഈശോ പറയാം. പാപം ചെയ്യുന്നത് സാധാരണ സ്വാഭാവികമാണ്. അത് മനുഷ്യന് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ പിതാവ് വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ പരിശുദ്ധിയുടെ സിംഹാസനത്തിലാണ് അദ്ദേഹം ഇരിക്കുക. നമ്മളെല്ലാവരും അദ്ദേഹത്തെ പരിശുദ്ധൻ എന്നാണ് വിളിക്കുക. വിശുദ്ധിയുടെ നിറകുടത്തിലാണ് അദ്ദേഹം ഇരിക്കുക. പാപം ചെയ്യാൻ യാതൊരു സാധ്യതകളും ഇല്ലാത്തതിൻ്റെ നടുവിലാണ് അദ്ദേഹം ഇരിക്കുക. പക്ഷേ അദ്ദേഹം ആഴ്ചയിൽ 1 കുമ്പസാരിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയാം. വിശുദ്ധരൊക്കെ അങ്ങനെയാണ്. ഒരു ദിവസം 2-3 തവണ വിശുദ്ധർ കുമ്പസാരിച്ചുവെങ്കിൽ വിശുദ്ധരെ എന്ന് അവരെ വിളിക്കാൻ മാത്രം നമുക്ക് യോഗ്യത ഉണ്ടാക്കിയെടുത്തത് പാപബോധമാണ്. പാപം ചെയ്യാത്തതുകൊണ്ടൊന്നുമല്ല. പാപബോധത്തോടെ ഈശോയുടെ മുമ്പിൽ, ഈശോയെ, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയാനുള്ള മനസ്സിൻ്റെ വലിപ്പമാണ് അവരെ വിശുദ്ധിയിലേക്ക് നയിച്ചത്. നല്ല കള്ളനെ ആ വിശുദ്ധിയുടെ സിംഹാസനത്തിലേക്ക് നയിച്ചതും അവൻ്റെ പാപബോധമല്ലേ? പക്ഷെ മനുഷ്യകുലത്തിന് മരണസമയം അറിയാത്തത് കൊണ്ട് തന്നെ അവൻ എപ്പോഴും പാപബോധത്തോടെ ജീവിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ശരിയായി വിധിക്കാം, അത് നമ്മളെയും മറ്റുള്ളവരെയും.
മറ്റുള്ളവരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് വിധിക്കാതെ യേശുവിൻ്റെ കണ്ണുകളെ കൊണ്ട് കാണാനുള്ളൊരു കൃപ. അതാണ് യോസേപ്പ് പിതാവ് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. അവൻ പരിശുദ്ധ അമ്മയെ കണ്ടത് യേശുവിൻ്റെ കണ്ണുകളെ കൊണ്ടാണ്. അവളുടെ ഗർഭത്തെ അവൻ കണ്ടത് യേശുവിൻ്റെ കണ്ണുകളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് അവളെ ഒരു വേശ്യയെന്ന് മുദ്രകുത്തി വിധിച്ച് മാറ്റി നിർത്താനും കൊല്ലാൻ വിട്ടുകൊടുക്കാനും അവന് കഴിയാതെ പോയത്. അവൻ്റെ പുറം കണ്ണുകളെ അടച്ചുകൊണ്ട് ഉൾക്കണ്ണുകൾ കൊണ്ട്, യേശുവിൻ്റെ കണ്ണുകൾ കൊണ്ട്, ആത്മീയ കണ്ണുകൾ കൊണ്ട് അവൻ കൂടെയുള്ളവരെ വിധിക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണെന്ന് അപ്പോൾ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നാൽ എന്നെയും കൂടെയുള്ളവരെയും ദൈവിക സാന്നിധ്യത്തിലേക്ക് ഉയർത്തുവാൻ എനിക്ക് കഴിയുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല എങ്കിൽ എൻ്റെ അധപതനം വലുതായിരിക്കുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, ഈശോയെ, എന്നെ ഓർത്ത് നീ സന്തോഷിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ, മനോഹരമായ മണിക്കൂറുകൾ, അനുതാപമില്ലാത്ത 99 നീതിമാന്മാർ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെങ്കിൽ ഞാൻ ഈശോയ്ക്ക് എപ്പോഴും ഒരു കൂടുതൽ സന്തോഷത്തിന് കാരണമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.